ഒരു പിടി നെല്ലിനായി ഒരു പിടി മണ്ണിനായി അടിമ രാജ്യത്തിന്റെ മോചനത്തിനായി പടവെട്ടിച്ചത്ത കരുത്തന്മാർ പാടി കരുമാടി കുട്ടന്മാരേറ്റുപാടും പാട്ട്. അതിന് ചോർന്നുണ്ടിട്ട് ഉഞ്ഞി ആടക്കിടക്ക് നാളെ രാവിലെ അച്ഛൻ മിച്ചറ് മേടിച്ചേരാ. എടാ മേടിച്ചേരൂടെയൊക്കെ പറ്റിക്കൂലടാ. അവിടെ പോയി കിട്ടുവാ. അല്ലപ്പാ എന്തെന്ന് വേണ്ട. 16 വയസ്സായി. പക്ഷെ ചെക്കനെ കൊണ്ടൊരു ഗുണവും മണവും രാത്രി ആയാ പിന്നെ ചെമ്മരത്തി ടിവിയുടെ മരത്താൻ എടീപ്പോ ആ സീരിയൽ ചെയ്യാണ്ട്. പക്ഷെ പകല് എന്നെ എല്ലാ പണിയെടുക്കാനും സഹായിക്കും. കണ്ടത്തിലിട്ടുക ചെമ്മരത്തി ഉറങ്ങിയ പൈക്ക് വെള്ളം കാട്ടീനോ അമ്മ. ചെമ്മരത്തി എനിക്ക് കഴിയുന്നില്ലപ്പാ. രാവിലെ തന്നെ ഒരു കണ്ടത്തിൽ പോണം. ചെക്ക ഉറങ്ങിയ ഞാനായിട്ടെന്തിനും ഉറങ്ങാണ്ടിരിക്കുന്നു. അമ്പലത്തിന് പാട്ട് വെച്ചുവാ. നേരം വണ്ണാ ഇപ്പൊ കിടന്നതല്ലോ. എണീക്കണേ. കഞ്ചായ ഇവിടെ അജിത്താ. ചെമ്മരത്തി 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 നീ നേരത്തെ എണീച്ചോടെ. അപ്പൊ അടുക്കളയിൽ അവള് കഞ്ചായി ഉണ്ടാക്കുന്നുണ്ടാവും. ചെമ്മരത്തി ചെമ്മരത്തി അടുക്കളയിലില്ലല്ലോ. പിന്നെ ഓളെടുത്ത് പോയി നീ കൂറാൻ പോയിട്ടുണ്ടാവോപ്പാ. ഇല്ലല്ല ചെമ്മരത്തി. അല്ല ഓളടി പൊച്ചക്കന്നെ പോയി നീ. നിന്റെ അമ്മ ഒരിക്കൽ പോയി നോക്കല. അവസ്ഥ മൂത്രമൊഴിക്കുന്നു. ആ തെങ്ങിന്റെ പത്ത് വയ്ക്കും. ചെമ്മരത്തി ഞാൻ കള്ളക്കുരങ്ങ. നീ എനിക്ക് താളം പിടിക്കുന്ന അമ്മ. അമ്മ നശിപ്പിക്കൊരിത് കേട്ടാ. ചെമ്മരത്തി ഇവിടെ ഉറങ്ങാൻ കിടന്നോളെ കാണുന്നില്ലല്ല. ചെമ്മരത്തി ചെമ്മരത്തി ഒന്നിങ്ങോട്ട് വന്നാ. ആരിപ്പോ ഇത് രാവിലെ തന്നെ നാളെ എന്താശാണ് രാവിലെ തന്നെ ഇങ്ങനെ ഒച്ചപ്പാട്. അല്ല നിങ്ങടി രാവിലെ തന്നെ പോകുന്നത്. നിങ്ങൾക്ക് ഈ കുപ്പായോ മറ്റേ കോത്തിട്ടെന്ന് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? മോർണിംഗ് വാക്ക് മോർണിംഗ് വാക്ക് മോർണിംഗ് വാക്കാ. ആ അതിപ്പോ രാവിലെ ആക്കിയോ നീ? അത് ഈ അടുത്ത കാലമായിട്ട് രാവിലെയാണ്. അതെയാ നിങ്ങളെ പ്രശ്നം? രാവിലെ ഒരു വിഷമം പറ്റിയിടാ. അവത്ത് ഉറങ്ങാൻ കിടന്ന എന്റെ ചെമ്മരത്തിയില്ലേ? നമ്മള് ചെമ്മരത്തിയാ? നമ്മളല്ല നീ എന്റെ. നിങ്ങളെ ചെമ്മരത്തി നിങ്ങൾ തന്നെ പറയും. ഇത് ഓളെ കാണുന്നില്ലടാ. ഇയാളെന്തിനാ പറയുന്നത്?
അല്ല ആശാന എന്തെന്ന് നിങ്ങൾ പറയുന്നത് കാണാതാവാൻ എന്താ ചില കടുവണിയാവട്ടെ പക്ഷെ ഇത് സത്യമായിട്ട് എന്റെ ചെമ്മരത്തിനെ കാണുന്നില്ല അല്ല നിങ്ങൾ കാര്യമായിട്ട് പറമ്പിലെല്ലാം നോക്കിയിട്ടാണ് ഈ പറയുന്നത്. എല്ലായിടക്കും നോക്കി പിന്നെ പിന്നെ അവിടെ ആ അമ്പലം അടുത്തന്നല്ലോ ഓരോ അമ്പലത്തിൽ പോയിട്ടുണ്ടാവുന്നു അമ്പലത്തിൽ നോക്കി രാവിലെ തന്നെ അടിച്ച് കുടിക്കാന്ന് കയ്യിലടാ. ഓ അതുമില്ലേ അതുമില്ല. പിന്നെ ഇടയ്ക്ക് ആ നമുക്കൊരു കാര്യം ചെയ്യുന്ന നമ്മൾ ചുറ്റോടെ നോക്കിട്ട് വരാം. നമുക്കൊരു സമാധാനമാണ്. വേഗം ഒത്ത് വരാൻ പറയും. ആശാനെ നിങ്ങൾ ഇങ്ങനെ ബേജാരൊക്കെ ഒന്നും നിങ്ങൾ ഒന്ന് അടങ്ങിയിരിക്കും. നമ്മ ഒന്ന് മൊത്തം ഒന്ന് നോക്കിട്ട് വരാം. നോക്കിട്ട് അധികം പെട്ടെന്ന് വരും പെട്ടെന്ന് വരും. നിങ്ങൾ ഒന്ന് മറ്റേ ഇവിടെ കാലിന്റെ അവിടെ നോക്കി ആ പുറത്ത് ആരെങ്കിലും ഉണ്ടാവും. പെണ്ണുങ്ങളെ പോയത് കണ്ടിട്ട് ഒളിച്ചിട്ട് പോകുന്നതാ. നമസ്കാരം. അല്ല നമ്പർ ഒരു കാര്യം പറയാനുണ്ട്. സംഭവം എന്ന് വെച്ചാല് ഇതൊന്നുപോലെ നിന്റെ വീട്ടിന്റെ കാര്യല്ലേ അതെല്ലാതായി മെമ്പർ അല്ല നമ്പറേ നിങ്ങളോട് നമ്മ എന്തൊക്കെ ഒരു കാര്യം പറയട്ടല്ലേ പറയാൻ സമ്മതിക്കല്ല. ഒന്ന് പറഞ്ഞേ നമ്മളെ നാമാശൻ അറിയില്ലേ? ഏത് ഇയാള് പഞ്ചായത്ത് മെമ്പറാണ്. ആദ്യത്തെ ഒരു മെമ്പറെ പേരും കൂടെ അറിയാത്ത പഞ്ചായത്ത്. നമ്മളെ വാർഡിൽ എത്ര നാണുവട്ടുണ്ട്. നമ്മളെ കുതിരുമല നാണുവാട്ടനെ അറിയാം. കുതിരുമല നാണുവാട്ടന്റെ ഓടി ചെമ്പരത്തേട്ടീന ഇന്ന് രാവിലെ മുതൽ കാണുന്നില്ല. രാവിലെ പോയത് അതല്ലേ രാവിലെ എണീക്കുമ്പോക്ക് നമ്മളിവിടെ ഒന്ന് നടക്കാനിറങ്ങിയാണ്. നാണുവാശാൻ കരച്ചലും പിടിച്ചലും തന്നെ രാവിലെ. അല്ല എന്നിട്ട് ഈ നാണുവാശൻ കൊടുത്തു. നാണുവാശൻ അങ്ങോട്ട് കടക്കിലെല്ലാം അല്ല എന്തൊന്നും ഈ പിള്ളേർ പറയുന്നത് പറഞ്ഞില്ലേ അവര് രാവിലെ എണീച്ച് നോക്കുമ്പോ ചെമ്മരത്തിണ്ടോ. അല്ല നിങ്ങ ഇന്നലെ കിടക്കുമ്പോ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം എന്തെങ്കിലും ഉണ്ടായിനാ? മെമ്പറെ ഈ നാട്ടിലെ എല്ലാരെ കാട്ടും അറിയില്ലേ നിങ്ങൾക്ക് ഞാൻ എന്റെ ചെമ്മരത്തി എങ്ങനെ ജീവിക്കും? അതേപ്പാ ഈ നാട്ടിലെ മാതൃകാ ദമ്പതികളാണ്. അല്ല ഇത് അങ്ങനെ വിട്ടാൻ പറ്റൂല. നമുക്കൊന്നും കാര്യമായിട്ട് നോക്കണല്ലോ അല്ലേ? നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, എല്ലാം ഞാൻ ശരിയാക്കി തരാം. നമ്മളെ പിള്ളേരെല്ലാം ഒന്ന് വിളിച്ചേ. ആരും അറിയണെങ്കിൽ കൂടി ഉണ്ടാവില്ല. അല്ല വിളിക്ക് വരാൻ പറയണ്ടോ നമ്മളെ? ആ എടാ ഓ ഉറങ്ങിയണിക്ക് ഒന്ന് എണീക്ക് വേഗം. ചെറിയൊരു പ്രശ്നമുണ്ട്. ഇനി എണീപ്പിക്കാൻ നിൽക്കണ്ട. ആ പഞ്ചായത്ത് അമ്മ ആ പഞ്ചായത്ത് എടുക്കുന്നുണ്ട് വളരെ അത്യാവശ്യം. ഞാനതിന് കുളിക്കണോ മറ്റേ വിളിക്കണോ എന്ന് ചെയ്യണ്ട വേമ്പ. ഞാൻ അല്ലാതെ തന്നെ ഉറങ്ങിയിരിക്കണേ ഞാൻ പറഞ്ഞു. പെട്ടെന്ന് പെട്ടെന്ന് വെറുതെ പറഞ്ഞു നിങ്ങൾ പഠിപ്പിക്കാണ്ടാടിയിരുന്നേ. ഞാനിത് ഇല്ലേ അല്ലടാ നമ്മളെ പ്രശ്നം തന്നെ കണ്ടുപിടിക്കും കേട്ടോ. അതന്നെ വാ. എല്ലാരോടും ഇങ്ങോട്ട് വരാൻ പറയണ്ട. ചെമ്മരത്തിയോട് ഒന്ന് ഇങ്ങോട്ട് ഒരിക്കൽ പോയി പെരുത്തടാ. എടാ നിന്റെ അമ്മയെന്നല്ലടാ കാണാട്ടെ ഇനി പോയാ. ചെമ്മരത്തി വിട ഈ പിള്ളേരിൽ ഉണ്ടാവുമ്പോ ഞാൻ എന്തെല്ലോ കഴിച്ച തമാശെല്ലാം പറഞ്ഞു കിട്ടുക. എന്നെ കാണാണ്ടിരിക്കുമ്പോ വിഷമം പിന്നെ ഭയങ്കര ബേജാറാവുന്നു. നീ ഇല്ലാണ്ട് എനിക്ക് ആരുടെ ഒരു പുള്ളി കഞ്ചായറില് ഒട്ടുപ്പ അല്ല അവിടെ പായ മടക്കി വെച്ചിട്ട പെറാനായ പൈനയച്ച് കെട്ടിയിട്ട ഇന്നലെ തിന്ന പാത്രമൊന്നും പഠിച്ചു വെച്ചിട്ട ബേജാറാവുന്നിട്ടുവാ. ഇങ്ങോട്ട് വാണേ എന്റെ മെമ്പർ ഇത് വലിയ തലവേദനയായി പോയല്ല. രാവിലെ ഒരു തലവേദന ആയാലും ഇപ്പോഴും ഞാനാണ് ഈ പൊറ്റക്കല പോകുന്ന പറഞ്ഞിട്ട് പോയി ബാക്കിയുള്ളവരും അവർക്കും ഇതും കാണാൻ വേണ്ടി നീ ആ റെയിൽവേ സ്റ്റേഷൻ എടുത്ത് നോക്കിനാ? റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ പോയി നേരെ മുതൽ ചെറുവത്തൂർ വരെ എത്തിയ എന്റെ മെമ്പറെ ഞാൻ റെയിൽവേ സ്റ്റേഷനും എല്ലാ സ്ഥലത്തും നോക്കി. ഇനി ഇതൊന്നും പറയാൻ പാടില്ല. ഞാൻ പോയിട്ട് വരുന്ന വഴിക്ക് പുതിയ കുളത്തിലും നമ്മളെ ഏർപ്പുഴയിലും വരെ നോക്കി. അല്ലടാ എന്നാല് ഏതായാലും നമ്മ ഒന്ന് ഇറങ്ങിയതല്ലേ.
നമ്മ ഇപ്പൊ പടിഞ്ഞാറ് വഴിയല്ലേ പോയത് അതെ. നമുക്ക് കേക്കോട്ടൊന്ന് വെച്ച് പിടിച്ചാലോ? ഓ നേരം ആ. അവരെ എന്തോ കണ്ട അതെ 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 അവരെ കണ്ടുകൊണ്ടാളാ. ആ 218 ബാർ കിട്ടിയേ. അല്ലെങ്കിൽ ഇതിന്റെ സ്ഥലത്തിന്റെ കാര്യം കാര്യത്തിൽ മാത്രം വന്നേ. അല്ല, അല്ല. നമുക്ക് പോവാന്നാല് അതെ മെമ്പറിന്റെ മുന്നിൽ നടക്ക്. ഒരു കാര്യം ഏ, പറയാം. മെമ്പറെ. ഓ, നിങ്ങളല്ലേ സംഭവം ഏതായാലും നമ്മ പോന്നല്ലേ ആ. കാര്യങ്ങളിൽ ഇത്ര ആയി. ആ. എന്നാലും ആ. പറഞ്ഞേക്കാം ആ. ഇനി ഈ കാര്യത്തിനൊരു പരിഹാരം മെമ്പർ വിചാരിച്ചാലേ നടക്കൂ. അതന്നെ നിങ്ങല്ലാണ്ട് വേറെ ആരും കൊണ്ട് ഇതെല്ലാം ഒന്ന് ശരിയാക്കണമെങ്കിൽ വാ നമുക്ക് ശരിയാക്കാം വാ. അപ്പൊ പിന്നെ അന്ന് കേസിന് എന്റെ കുമാര നീ വെള്ളം കുടിച്ചിന്നല്ലേ രാത്രി കുറ്റിക്കാട്ടില്ല കിടന്ന് അതെ പറ്റിപ്പോയിന്ന് മനസ്സിലായി. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ സമയം എത്രയാ ഇവിടെ പൊലന്നിട്ടതുവരെ ഇതിനു മുമ്പേ ഇത്രമാത്രം പേടാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ഏഴ് സാധനം കിട്ടുന്നത് നമ്മുടെ നാട്ടില് ബാറും കൂട്ടി ആ കൂടെ പടവത്തുണ്ടായ വിവരയും കൂട്ടി എന്നിട്ടും സാധനം ഇതാ പൊലന്നിട്ടാണ് സാധാണ്ട് കുറച്ചില്ലേ ചില്ലറ ജാസ്തി കൊടുക്കണം. ഞാൻ ചന്തമുക്കിൽ പോയി നോക്കിയാണ് അവിടെ ഇതിന്റെ മുമ്പിൽ സാധനം അങ്ങനെ നിരത്തിട്ട് വെക്കും. സാധനം വൈകുന്നേരം നമുക്ക് ഈ ഒന്ന് പോയിന്റ് ചക്കറാണ് ഇങ്ങനെ വെറുതെ സാധനം കിട്ടൂല. അല്ല എന്നാലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നാലും നിങ്ങൾക്ക് ഈ സമയവും കാലമൊന്നുമില്ലേ ഈ കുടിക്കുന്നതിന്? അണ്ടർസ്റ്റാൻഡ് തെറ്റാ നിൽക്കുക. കുമാരേട്ടാ നിങ്ങളുടെ സമയം എപ്പാന്നൊന്ന് ശരിയുണ്ടായി അത് പറഞ്ഞ അല്ലടോ എന്റെ സമയം ശരിയില്ലാത്തോണ്ടല്ലേ എന്റെ ഓളി മറ്റോന്റെ പോയി. കുമാരേട്ടാ നിങ്ങളോടായിട്ട് പറയാം, നിങ്ങൾ ഓള് നിങ്ങളെപ്പരം 10-15 കൊല്ലം നിന്നേന് തന്നെ വല്ല അവാർഡും കൊടുക്കണം. സമ്മതിക്കണം പെണ്ണുങ്ങൾ. ഏ, അല്ല എന്റെ ഓള് എന്റെ അപ്പറന്നല്ലേ ഇന്നിന് നിന്റെ അപ്പുറം രാവിലെ കള്ളുടിച്ച് മെക്കിട്ടാണല്ലോ ചവിട്ടി കൊടുത്ത പിള്ളേരോട് പറഞ്ഞാണ് ചവിട്ടി നമ്മ ഒരു സ്ഥലത്ത് പോവാൻ ഞാൻ അതിന് പോകുന്നു. ഇയാളെ ഭർത്താൻ പറഞ്ഞില്ലേ നല്ല സമാധാനത്തിന് സമാധാനം. ഞാനും ചങ്ങായി ഞാൻ ഈ പഞ്ചായത്തിലെ ഒരു വോട്ടറിനെ പറഞ്ഞു. ഞാനും കൂടി ഒരു വോട്ട് കഴിച്ചു തന്നെ ഇയാള് മെമ്പറും മറ്റേ ഇതെല്ലാം ആയിരുന്നേ. എടോ പിന്നെന്തെന്ന് കുമാര നീ പറഞ്ഞത് ശരി. അതെ. ഞാൻ ഈ പഞ്ചായത്തിലെ ഒരു മെമ്പർ തന്നെ കേട്ടോ. കേക്കണോ? ഇവനെല്ലാം വോട്ട് ചെയ്ത് തന്നെ ഞാനെല്ലാം മെമ്പറായി ഇതിന് സംശയമുണ്ടാ? അല്ലേ? ആ ഓനോടും കൂടെ പറഞ്ഞു കൊടുക്ക്. മോനെ ആ. ഞാനും കൂടി പ്രശ്നത്തിൽ ഇറവറത്തല്ല അതെ, അതെ. മെമ്പറെ ഇയാൾ ഇറവറുന്നതിന്റെ പ്രശ്നം ഉണ്ടായിട്ടോ ഇയാളെ പറയുന്നതല്ല. നിങ്ങൾ എന്നെ പറയണം, ഇയാളാ ഞാൻ ജനിച്ചപ്പന്നെ ഇതുവരെ 4 കാലിലും ബോധമില്ലാണ്ടും അല്ലാണ്ട് ഇതുവരെ കണ്ടില്ല. നിങ്ങൾ ആരും കണ്ടില്ല നേരെ. പിന്നെ ഇയാളോട് പറഞ്ഞിട്ട് കുറെ മറിക്കാനുണ്ട് ഇയാള്. ഈ കുമാരനില്ലേ 4 കാലിലായാലും 2 കാലിലായാലും പ്രശ്നത്തിൽ അറിവർന്ന ഒരു പ്രശ്നമല്ല. നമ്മളെ പ്രശ്നം ഇതൊന്നും അല്ലല്ലോ, നമുക്ക് അങ്ങോട്ട് പോരാ. എല്ലടോ കൊടുത്തേപ്പാ ഒന്ന് പറയല്ലേ? അതിനൊരു കുറവ് വേണ്ട. ഇനി അത് പറയാനിട്ട് മറ്റേ അത് വേണ്ട. ആ വേണ്ട, നീ പറഞ്ഞോന്ന്. നമ്മളെ അതൊന്നും വേണ്ട. എല്ലടോ ധൈര്യത്തിന് നിൽക്കൊണ്ടിരിക്കല്ലേ? എനക്കൊരു ധൈര്യം വേണ്ട. എന്നാ പിന്നെ നമ്മളെ പറഞ്ഞോ. ചെമ്മത്തിയടീന അറിയാം? ചെമ്മത്തിയടീന നമ്മളെ ഇയാളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നമ്മളെ നാണുവാശാൻ അറിയില്ലേ? പുതുമല നാണുവാശാൻ നമ്മളെ കുതിരമല നാണാസൻ എല്ലാതെയും ചത്വ പോലെ സ്ഥലം കിട്ടൂല്ലോ. വേഗം നോക്കണം. കുമാരേട്ടാ ഞാനൊന്ന് തേച്ചും പറയട്ടാ. എന്തേ അത് ഇതിപ്പോ നാണുവാശാനിൽ എത്തിയിട്ട് ബാക്കി പറയാനേ എന്നെ ഭർത്താൻ പറഞ്ഞാൽ നിങ്ങളെ ഞാൻ ചവിട്ടിയിലായിരുന്നു. നമ്മളെ നാണുവാശാനോട് ചെമ്മത്തേടിയില്ലേ? ചെമ്മത്തേടി ആ ഓറ ഇന്ന് രാവിലെ മുതൽ കാണുന്നില്ല. ഓ കാണുന്നില്ലേ? എല്ലാ പട്ടിണിക്ക് ഞാൻ വിചാരിച്ചു 2 അടിക്കണ്ട വകുപ്പായിന്നല്ല. ഓ അല്ല ഈ നാണോട്ടന്റെ ഓളടി പോണ്ടർമാ ഇയാളാരോട് ചോദിക്കുന്നത്? ഇതാണ് നമ്മ പോയി ആർന്ന് എടുത്ത് കൊണ്ടല്ലേ എല്ലാം അവര് 2-1 നമ്മളെ ഈ ടൗസറും പള്ളി അല്ല നമ്മളെ ഈ പരസ്പര നിങ്ങളെ കൊണ്ടൊരു ശല്യം എന്നല്ലപ്പാ. രാവിലെ തന്നെ വെള്ളം നോക്കി പല്ലുന്നേക്കാളും മനുഷ്യന്റെ മോത്തേക്ക് തുപ്പി കഴിക്കാൻ പുണ്യാകം വെറുതെ പ്രാന്തക്കല്ലേ എല്ലാം അവര് രണ്ടാളും സംഭവം എന്ന് വെച്ചാല് നമ്മളെ ഈ നമ്മളെ ആ ഇതില്ലേ പരസ്പര സീരിയലിലെ സൂരജും ദിത്തിയും പോലുള്ള ഇട്ടുള്ള ജീവിതം അതിന് ചമ്മരത്തേക്ക് എന്റെ IAS പഠിക്കാൻ പോയി നിങ്ങൾ
നിങ്ങൾ പറഞ്ഞതിലും നേരെ തന്നെ മറ്റതുപോലെ തന്നെ ജീവിതം. പക്ഷെ ഇന്ന് രാവിലെ ദീപ്തിന ഇയാളെല്ലാം പറഞ്ഞത് ചെമ്മരത്തേടിനെ കാണുന്നില്ല. എന്റെ തമ്പുരട്ടം ഈ പെണ്ണുങ്ങളുടെ പണ്ടുമാ ഇയാള് പിന്നെ തന്നെ നമ്മളോട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നമ്മളെ നാണുവാശാൻ എവിടെയോ നോക്കി നടക്കുന്നുണ്ട്. നിങ്ങൾ നാണുവാശാനോട് 2 വർത്താനം പറഞ്ഞിട്ട് ഒന്ന് സമാധാനിപ്പിച്ചിട്ട് ഇടിയിട്ട് ഞാൻ എന്നാ പിന്നെ ആളെ ഫുൾ സമാധാനം നമ്മ അപ്പൊ കിടന്നെങ്കിലും ഒന്ന് നോക്കാം. പെരുതി പിടിച്ചിട്ട് ബാങ്ക് വാങ്ങിക്കോട്ടെ. എന്നാ പിന്നെ ഒരു കാര്യമൊക്കെ വന്നേ, ആ പണക്കപ്പാന്റെ ആ മുണ്ടരടിയിലൊന്നും നോക്കോട്ടെ. അതെല്ലാം നമ്മ നാണുവാശാന്റെ അടുത്ത് പോയി 2 വർത്താനം പറഞ്ഞിരിക്കും. കേട്ടൂടാ. എന്നാ ആ പുതിയോളത്തിന്റെ ആളെ നോക്കോട്ടെ. പട്ടിക്ക് നീ അച്ഛനോടത്തൂടാ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് എന്ത് നീ ഈ പിള്ളേരെല്ലാം പറയുന്നത് കാണാച്ചാല് നിങ്ങൾ ഓളെ കാണുന്നില്ലോ. നിങ്ങൾ ചട്ടിയിലുള്ള തലയിട്ടില്ല, കരിയല്ല ചട്ടിയിലുള്ളില്ല അല്ല ആള് പൊട്ടിപ്പ. എന്ത് സംഭവം രാവിലെ എണീക്കുമ്പോ ചെമ്മത്തിനെ കാണുന്നില്ലടോ. നിങ്ങളെ നെഞ്ചി പൊട്ടിട്ടിരിക്കുന്ന സമയമായിക്കോല്ലേ കുമാര ഓളെ കാണാണ്ടെന്ന് ആരെങ്കിലും ഡിസ്കോ ഡാൻസ് കളിക്കോ? നമുക്കൊരു കാര്യം ചെയ്യാം. അസന ഇങ്ങോട്ടൊന്ന് എന്തിപ്പാ നിങ്ങളില്ലേ നമ്മളെ നാട്ടിലിരിക്കൂല്ലേ, സങ്കടം വന്നാലും ദുഃഖം വന്നാലും ആള് പെറ്റാലും ചത്താലും ഇല്ലേ ഒരൊറ്റ സാധനത്തിന് ഈ പ്രശ്നം തീർക്കാണ്ടേ പറ്റുള്ളൂ. നിങ്ങൾ അതിനുള്ള പോറ്റ് 2 പച്ചവെള്ളം 2 കുപ്പി ഗ്ലാസും കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് വന്ന് നിങ്ങളുടെ ഈ മരുന്നിന്ന് നമുക്ക് രണ്ടാമത് കുറച്ച് ആത്താക്കാം. കുമാര എന്റെ ഓളെ കാണാൻ നിൽക്കുമ്പോ നീ എന്നെ കള്ളുടിച്ച് കിടപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട സംഭവം വെച്ചാലില്ലേ നമ്മളെ നാട്ടിലിപ്പോ പൊതുവെ അങ്ങനെ ആണല്ല. എന്തുണ്ടെങ്കിലും കൊച്ചു സാധനം അക്തരുവാ ഈ മരുന്ന് അല്ല ഏ പണ്ടൊക്കെ നീ ഇല്ലാണ്ട് ഒരാളെ കാണുന്ന ഇല്ലാത്ത ഇതിന് ബുദ്ധിയുമില്ല ഒരു മണ്ണാങ്കട്ടില്ല. മുണ്ടാണ്ട് പോയാ ഏത് സമയത്ത് പിന്നെ പൊരിച്ചിടാൻ അല്ലാന്നേ ഇങ്ങോട്ടൊന്ന് ഇങ്ങോട്ടിരിക്കും ഇടക്ക് അനക്കില്ലേ അന്നേ നിന്റെ ഓളെ അല്ലപ്പ നിങ്ങൾ ഓളെ ആ സീരിയലിൽ അന്ത് കാണുമ്പോഴേ എനിക്ക് ഒരു സംശയം ഉണ്ടായി. ഓള് ഏതോണ്ടെങ്കിലും അപ്പുറം ഉറപ്പായിട്ട് ഒളിച്ചോടി കൊന്നു വെച്ചു. എന്റെ ചെമ്പരത്തെ നിന്റെ ഓളെ പോരാ. നിങ്ങളെ ഓളെ കുറിച്ച് ഞാൻ പറഞ്ഞതേ അല്ല. നിങ്ങളത് വിട്ടെ. നിങ്ങളെ ഓളെ പോലെ എന്റെ ഓല ആവൂലോടോ. എന്റെ ഓളെ പോലെ നിന്റെ ഉള്ള ആവൂല. ഞാൻ എന്താ നിന്റെ ഉള്ള അല്ലല്ല കുമാര ഒരിക്കൽ വളർത്തുന്നു പുറത്ത് യോഞ്ഞി. അല്ല ഒരു കാര്യം ചെയ്യും, നമ്മളെ നാട്ടിലേക്കൂല്ലേ പറ്റ ഒളിച്ചോടല്ല അതുകൊണ്ട് തനിച്ചുകൊണ്ട് വെച്ചാണ്. ഇങ്ങൊരു കാര്യമാക്കി ഇങ്ങനെ ഇരിക്കാൻ അവസാനം ഇവിടെ ഇരിക്കടോ. ഞാൻ നിങ്ങൾക്കില്ലേ നല്ല തുള്ളിയത്തം പോയിട്ട് നല്ല മണി പത്തൊരു പെണ്ണിനെ അങ്ങ് കൊണ്ടുതരില്ലേ സുള്ളിയത്ത് ചോദിച്ചാ പിന്നെന്ത് എന്തിനു കുഞ്ഞി നല്ല തൂറ്റങ്ങ് ജീവിക്കൂടെ പോയത് പോട്ടെ. നിന്റെ എന്റെ ഓളെ കാണാൻ നിൽക്കുമ്പോ നിനക്ക് സംബന്ധം ആലോചിക്കില്ല. എനിക്ക് ഓള് വേണ്ടെങ്കിൽ വേണ്ട, നിനക്ക് വേണ്ടോ വേണ്ട പിന്നെ ഒന്നുകൊണ്ട് ഇങ്ങോട്ട് വന്നേ. പിന്നെന്തല്ല തുല്യത്തിന് എന്റെ അമ്മേനെക്കാളും പാങ്ങില പെണ്ണുന്ന എനിക്കൊന്ന് തരുവാ. അമ്മേനെക്കാളും പാങ്ങില പെണ്ണുന്ന എനിക്കൊന്ന് തരുവാ. നിന്റെ അമ്മേനെ കാട്ടി നല്ല പാകില്ല പെണ്ണില്ല കെട്ടില്ല. ഈ പട്ടിണിക്ക് ഞിക്ക് പെണ്ണ് വേണം അല്ലെങ്കിൽ ഒന്ന് കാര്യാക്കാം. ഒന്നിനെ എനിക്ക് കൊണ്ട് തരാം. നിന്റെ ഇതിന് കൊണ്ടുപോവാ കണ്ടക്കാരിന് പിന്നെ വേണ്ടോ അല്ലേ എനിക്ക് വേണ്ട. വേണ്ട ഓള് പൊട്ടറോ അല്ലേ ട്രോളിങ്ങനെ പോയി ഓള് വേണ്ട പിന്നെ പോയാൽ പോണ്ടേ അവിടെ ചെമ്പത്തി നിന്ന കുറച്ചേരം കാണാണ്ടിരിക്കുമ്പോ എനിക്ക് സംബന്ധം ആലോചിക്കുന്നു കൊരകന്മാര്. ചെമ്പത്തി ഇവർക്കറിയാം കഴിഞ്ഞ 40 കൊല്ലായിട്ട് എന്റെ താങ്ങായിട്ടും തണലായിട്ടും ഞാനും നീ എങ്ങനെ ജീവിച്ചു നിന്ന് എന്നെ കൂട്ടാണ്ട് ഇപ്പത്തെ പുള്ളന്മാരുണ്ട് മംഗലം കഴിഞ്ഞാല് ഒരാഴ്ച പിന്നെ
ഓന്റെ വീട്ടില് ഓളെ വീട്ടില് പച്ചേക്കില് പട്ടിണി ആണെങ്കിലും മുണ്ട് മുറുക്കി കൊടുത്തിട്ട് അമ്മ ജീവിച്ചിട്ട് എനിക്ക് സങ്കടാവുന്നു, എനിക്ക് വേണ്ടാറാവുന്നു. ഞാനിതാരോട് പറയട്ടെ, ഒന്ന് മാറ്റം പറ്റി കാതലിച്ചാല് വരുന്നത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഈ വീട് കറക്റ്റ് ആയിരുന്നു. ഓക്കെ, ക്യാമറ ഇവിടെ സെറ്റ് ചെയ്തോളൂ. ബാക്ക്ഗ്രൗണ്ട് ഓക്കെ അല്ലേ? ഷൂട്ട് എടുക്കാം. നമസ്കാരം. ഒരു ഗ്രാമത്തെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയ ചെമ്മരത്തി എന്ന സാധാരണ സ്ത്രീയുടെ തിരോധാനത്തെ പറ്റിയുള്ള ബ്ലൂ വിഷൻ ചാനലിന്റെ അന്വേഷണം ഇവിടെ ആരംഭിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെമ്മരത്തിയുടെ വീടിന്റെ മുറ്റത്താണ്. ഒരു സാധാരണ കർഷക കുടുംബമായ നാണുമാശാന്റെ പ്രിയ പത്നി ചെമ്മരത്തിക്ക് എന്ത് സംഭവിച്ചു? മന്ദബുദ്ധിയായ ഏക മകൻ ഇനി എന്ത് ചെയ്യും? നാണുമാശാൻ വീണ്ടും വിവാഹിതനാകുമോ? ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി ബ്ലൂ വിഷൻ ചാനലിന്റെ അന്വേഷണം ഇവിടെ അവസാനിക്കുന്നില്ല. ക്യാമറമാൻ അഖിൽ രാജിനൊപ്പം ശ്രീബാബു. കടി എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലേ? എല്ലാം കിട്ടിയിട്ടുണ്ട്. ഒന്നും മിസ് ചെയ്യരുത്. അഖിൽ രാജ്, ഇനി കുറച്ച് വിഷ്വൽസ് എടുത്തു. ഈ പൊട്ടിയ പാത്രങ്ങളും തീപുകയാത്ത അടുപ്പും അതായിരിക്കണം നമ്മുടെ ഫോക്കസ്. അഖിൽ രാജ്, ഇത്തരം ദരിദ്രനാരായണന്മാരുണ്ടായത് കൊണ്ടാണ് നമ്മുടെയൊക്കെ ചാനൽ വെച്ചടി കയറുന്നത്. അഖിൽ രാജ്, കടി എല്ലാം ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് സമയം നോക്കിയോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ നിനക്ക്? നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത ഫ്ലൈറ്റിൽ ഡൽഹി എടുത്തിട്ട് വേഗം വരാം. ആരും കാണുന്നില്ല. അല്ല ഓള പയ്യന്നെ ഈ പട്ടിണിക്ക് നീ പോയി ചത്തോമാ. എടോ അതാരെങ്കിലും പോകുന്നു മെമ്പറാ? ഓ, നമ്മുടെ മെമ്പറാന്നല്ല അല്ലേ അമ്മ? നല്ല കളറാന്നിട്ടാ. ഇതാരും നാട്ടിലാരെങ്കിലും ചാവയോ എന്തെങ്കിലും തൂക്കടാനും അപ്പൊ റെസീറ്റ് അടിച്ചിട്ട് ഇറങ്ങുന്ന ടീമാണ്. പൈസ വേഗം വലുതാക്കി തെരഞ്ഞെടുപ്പെല്ലാം ആവാനായി. ഏടോ മെമ്പറേ, നമ്മളെ കുറെ ആളുണ്ട്. നമ്മളെ മറ്റേ പക്ഷിന്റെ അപ്പയ്ക്കൊന്നും ഇത് ഇയാളെ പോലെ ഒന്നും അറിയുകയും ചെയ്യില്ല. പഠിപ്പിക്കണ്ടേ മെമ്പർ തന്നെയാ. പൊന്നെ മെമ്പറെ, എന്തുണ്ടോ നിങ്ങളെ ഞാനിങ്ങനെ പറഞ്ഞിട്ട് നാവുള്ളേ കിട്ടില്ല. അതാ നിനക്ക് നല്ലോണം മൂക്ക് കടിച്ചതല്ലേ? പിന്നെന്തെന്ന് ഞാനും വിചാരിക്കുന്ന ആരിപ്പോ എന്നെ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ പുകഴ്ത്തി അല്ലാതെ നമ്മളെ ഈ ചെമ്മരത്തിയായിട്ട് ഞാൻ കാണാത്ത സംഭവം എന്തായത്? ചെമ്മരത്തിയെട്ടി എന്റെ ഊണിലും ഉറക്കിലും എല്ലാം ചെമ്മരത്തിയെട്ടല്ലേ? അല്ല, അത് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ബാഗിന്റെ വലിയ ബാഗെല്ലാം ആക്കിയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. അല്ല, വെറുതെ പറഞ്ഞപ്പ. പിന്നെ ചെമ്മരത്തിയെട്ടീന കണ്ടുപിടിക്കുന്നതാ ഈ മെമ്പർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിച്ചിരിക്കും. അല്ല, നമ്മളെ മെമ്പർ ഒരു വാക്ക് പറഞ്ഞാലേ അത് രണ്ടര വാക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ വേറൊരു സംശയം കൊണ്ട് ചോദിച്ചാണ്. എന്തോ എല്ലാ വെച്ചാല് നമ്മളെ എന്ന് പറയണ്ടേ ഇന്നലെ പറഞ്ഞാലോ CBI CBI വരും പറഞ്ഞാല് അത് വന്നിരിക്കും. നിനക്ക് എന്താ സംശയം? വരും. ഒരു കാര്യം കൊണ്ടല്ല, ഈ CBI എന്ന് പറയുമ്പോ ഒരു 2-3 തരം CBI ഉണ്ടോമാ? ആ ക്ലബിന്ന് പിള്ളേരുടെ പത്രം വായിച്ചു നടന്ന് കണ്ണൂർ CPM-ന്റെ സെക്രട്ടറി ജയരാജൻ അർച്ചയൻ CBI വരുന്നു, മറ്റേ മധുസൂദൻ അർച്ചയൻ CBI വരുന്നല്ലോ. പിന്നെ നിങ്ങളെ നേതാക്കന്മാരെ കുറെ ആൾ ഇറക്കിക്കൊണ്ടുവന്നു CBI. ഇത് അങ്ങനെയൊന്നും ഇല്ല. ഇത് വരുന്നത് ഒറിജിനൽ CBI ആണ്. ശരിക്കും CBI ശരിക്കും CBI വരുന്നു. ഇല്ല, ഞാൻ ലേശ തിരക്കിലാണ്. ഇതെല്ലാം ഒന്ന് സമാധാനാവുന്നവരെ. അല്ല, നിന്നെ പോലെ ഇങ്ങനെ നിക്കേ നിങ്ങ അങ്ങനെ പോണ്ട ഒരാളാണ് പറയാം. ആ സംഭവിച്ചു നിങ്ങളോട് ഞാനില്ലേ ഒന്നും ഞാൻ ഇതായിട്ട് പറയില്ല. അത് സംഭവിച്ചാല് തെരഞ്ഞെടുപ്പെല്ലാം വരുന്ന സമയത്ത് നിങ്ങൾക്ക് 200 രൂപയും മറ്റേ സാധനം തരുന്നുണ്ട്. ഞാൻ നിങ്ങളെ പറഞ്ഞുണ്ടാവും. കുമാര, ഇതൊന്നും ആരോട് അങ്ങനെ വിളിച്ചു പറഞ്ഞൂടാ. നമ്മ മാത്രം അറിയേണ്ട സാധനല്ലേ ഇത്? മറ്റു മൊത്തത്തിനാലും അറിഞ്ഞൂടാ. അപ്പൊ ഇതായിരിക്കും പറയാൻ കൊടുക്കില്ല. അയ്യോ, അതൊന്നും ആരും അറിഞ്ഞൂടാ. കുമാരനെ അറിയില്ലല്ലോ, പറയില്ല. ഞാനൊരൊറ്റ ആളും പറയില്ല. അറിയില്ല. അവസാനല്ലേ വോട്ട് ചെയ്യുമ്പോ അനക്ക് കത്തിലാണ്ട് വേറെ നിങ്ങൾ അണ്ണും ചെയ്യില്ല. അതിനോട് പറയാൻ കഴിയില്ല.
സാധനം കിട്ടൂല. അല്ല ഇങ്ങോട്ട് വന്ന് നീ ആ പീടിയുടെ ആടെ ഒരു വണ്ടി എത്തിച്ചാണെന്നല്ല ആരും ഒന്നും കാണുന്നില്ലപ്പാ. ആര്യത് ഒരു വെള്ളക്കാറ? എനിക്ക് ഭയങ്കര കണ്ണല്ലടോ. ഓ എന്നാലും അത് നിങ്ങൾക്ക് കാണുന്നില്ല. എന്തെന്നാ അത്? കുമാര എടാ ഇത് ഡൽഹി രജിസ്ട്രേഷൻ. ഡൽഹിയാ കൊല്ലം ഇത് ആരെയും അറിയാം? CBI. ഓ നമ്മളെ ശരിക്കും CBI. ഞാൻ പറഞ്ഞ CBI. എന്നാ പിന്നെ ഒരു കാര്യം ഞാനൊന്ന് ഫുള്ള് നീ ഇവിടെ നിക്കണ്ട. നിക്കണ്ടേ? എന്താ അറിയാ അവര് വന്നാല് ഹിന്ദിയിലാ പറയല്. ഹിന്ദിയില് ഹിന്ദിയില്ലേ? ഹിന്ദി നമുക്ക് അത്ര പിടിക്കൂല. പണ്ട് ആ പിലിക്കോട് സ്കൂളില് 4ാം ക്ലാസ് പഠിക്കുമ്പോ ആ ചക്കല്ലേ നമ്മുടെ ഉണ്ണി മാതാട്ടിന്റെ അനിയെന്ന് ഞാൻ ഓന് ഒപ്പരാ പഠിച്ചു. ഓ പറഞ്ഞു എടാ കുമാര ആടെ 5ാം ക്ലാസ് മുതല് ഹിന്ദി പഠിക്കണല്ലോ. വ്യത്യാസം മുതൽ ഞാൻ സ്കൂളിൽ വെച്ച സത്യം പറയല്ല. അതുകൊണ്ട് ഹിന്ദിക്ക് എനിക്ക് അത്ര ഒരു ഇതില്ല. വേറൊരു കണക്കിന് നോക്കാൻ ഇപ്പൊ സത്യമായിട്ടും സംഭവം എന്ന് വെച്ചാല് ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തെങ്കിലും പുസ്തകം കാര്യങ്ങളും കിട്ടുന്നുണ്ടാ. ഞാൻ അന്നേരം നിർത്തിയത് ഭാഗ്യ കുഞ്ഞിക്ക് കിട്ടില്ല പുസ്തകം കിട്ടില്ല. എനിക്ക് ഓണപ്പരിശ കിട്ടിയിട്ടല്ല കിട്ടിച്ചേക്ക് പണ്ട് ആ തോട്ടിലിങ്ങനെ തുണിയാക്കി കളിക്കാനെങ്കിലും കിട്ടിയില്ല പുസ്തകം. എടാ നീയല്ല നിന്നെ പോലത്തെവരെല്ലാം തോണിയാക്കി കളിക്കുന്നോണ്ടാണ് നമ്മ ഇപ്പൊ പുസ്തകം ഇങ്ങനെ വൈദ്യുതി നീ പറഞ്ഞു പറഞ്ഞ ഇനി ഇവിടെ നിക്കണ്ട. അത് അവരെങ്ങെത്തിന്ന് തോന്നുന്നു. എന്നാ പിന്നെ ഒരു കാര്യമാക്കാൻ പറ. നീയല്ലേ എന്താവശ്യമുണ്ടെങ്കിലും ഈ കുമാരനാ നീങ്ങ വിളിക്കേ വേണ്ട. നിന്നെ ശല്യം ചെയ്ത് നീ അങ്ങോട്ട് മറക്കണ്ട. അത്താവസായിട്ട് ആയാലും മറ്റേ കുത്തണ്ടേ. Boss, कौन है? अब पीछे पीछे. अरे बुद्धूस, क्या प्रॉब्लम बॉस? बॉस कौन रे? अब पीछे पीछे. ठीक है, लेंस किधर है? क्या क्या देखा बॉस? अरे फिंगरप्रिंट. यस बॉस. दिख दिया ना? दिख दिया. सब कुछ चेक करने का. इधर बैठ जाना. पूरा आदमी का नाम लिखने का. एक भी नहीं छोड़ने का. समझा? समझा. क्या क्या देखा बॉस? अरे बुद्धस फिंगरप्रिंट. समझा? सब कुछ एक भी नहीं छोड़ने का. ठीक है? ठीक है. क्या रे? फिंगरप्रिंट. मेंबर है. എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല ഒറിജിനാലിറ്റി. സത്യം പറയല ഈ കുരിപ്പ് ഓന ഹിന്ദി പഠിപ്പിക്കണമെങ്കിലുണ്ടല്ലോ മെമ്പറെ പറ്റൂല. ആകെ അറിയാല സത്യം പറയുന്നേക്കാ എന്നെ ഓൻ വിളിക്കുന്നു ബുദ്ധൂസ് ബുദ്ധൂസ്. മെമ്പറെ ശരിയാണ്. അല്ല എന്നാ പിന്നെ നമ്മ അങ്ങോട്ട് പോയേക്കാം. അതെ ഇടപാട് കാണുന്നില്ല. അല്ല അത് പിന്നെ അങ്ങനല്ലേ? അതെ അതെ അങ്ങനെ. മെമ്പറെ ഇങ്ങ് വന്ന് 1000 ഉറുപ്യ 3000 ഉറുപ്യക്കല്ലേ മെമ്പറെ ഈ പരിപാടി നമ്മ ഏറ്റിനി. എടാ അതിന് വല്ല തെളിവുണ്ട്? അല്ല മെമ്പറെ നിങ്ങക്ക് കോടിക്ക് മാത്രല്ലേ മെമ്പറെ തെളിവ്? ഈ 3000 ഉറുപ്യ ഇങ്ങ് വന്നില്ല. നിങ്ങൾ കേക്കണം മെമ്പറെ, ഇതല്ല സത്യം പറയല. ഈ കാണുന്ന ലുക്കേ ഇല്ല മെമ്പറെ, ഇതെല്ലാം വാടക
നമ്മളെ കുണ്ടിലെ പ്രശാന്ത് ഇല്ലേ, ഓനില്ലാത്ത സൈഡ് ബിസിനസ് ഇല്ല. ഇതാ 1000 ഉറുപ്പ്യക്കാണ് മെമ്പർ. ഇത് മൊത്തം റെയ്ബാന്റെ ഗ്ലാസ്, ലണ്ടൻ ബ്രിഡ്ജിന്റെ ടൈ, ഷൂ, പാന്റ്, ഷർട്ട്. ഇതാ ഓനിന്റെ പുറത്തുനിന്ന് നമ്മളെ മാതാവിന്റെ വീട്ടിലെടുക്കുന്ന ഓൻ എന്നെ പിടിക്കുക. ഈ കുരിപ്പ് പോലത്തെ ഓനി തട്ടേന്നിറങ്ങിയ ഓനും കൊടുക്കണം മെമ്പറെ. എന്തെങ്കിലും ഒന്ന് നീ എന്തെങ്കിലും എനക്കെന്തെങ്കിലും വേണ്ട ഇതിനകത്ത് 100 രൂപ. 100 ഉറുപ്പ്യ മെമ്പറെ ഇന്ന് വന്ന് ആടി ഇരിക്കലതാ 100 ഉറുപ്പ്യോന്ന്. ഇതാ നിങ്ങന്നെ വെച്ചോ. നിങ്ങി കതറൂട്ടിട്ട് ഈ നാട്ടാരി മതിച്ചിട്ട് നിങ്ങി നിങ്ങളെ വീട്ടുകാരനെ തിന്നോ. വാടാ ഓനൊരു CBI പറഞ്ഞിട്ട് വന്നോ. ഞാൻ പോലെ നമ്മ ചെറ്റാണ് പരമ ചെറ്റാണ്. നിന്നെ കാണിക്കാവുന്നതാ. പണിയും തോരവും ഇല്ലാത്തവനെ പിടിച്ചിട്ട് നാടകം നാടൻ ഇതിന്റെ ഓനിപ്പോ എന്റെ തലമ കയറും. എന്റെ അമ്മേ മഴ പെയ്ത പോലെയല്ലേ ഒഴിഞ്ഞു പോയിട്ട്. അങ്ങനെ അത് ഒരുവിധം ഓപ്പിച്ചു തോന്നുന്നു. ഒരു ജോത്സ്യം വരാനുണ്ടല്ലോ അവിടെയും പോലെ ഒന്നും കിട്ടിയില്ലേ ഒരു ആളൊരു പ്രശ്നക്കാരനാവും. ഇപ്പൊ പ്രശ്നക്കാരനെ പറ്റിയിട്ട് ഈ നാട്ടില് അതേ പ്രശ്നമൊക്കെ ഉണ്ടത്ര. അല്ല നിങ്ങൾ നോക്കണം, ഈ നാട്ടില് ഇല്ല പ്രശ്നത്തിനെല്ലാം കാരണം ഒറ്റ ഒരുത്തനാണ്. പിന്നെ ആദ്യയുടെ പ്രശ്നക്കാരനാ. എന്ത് പ്രശ്നം ഇങ്ങനത്തെ നീ പറയുന്നത് എപ്പോഴും പ്രശ്നം തന്നെയാ. എവിടെ ഇത് പ്രശ്നക്കാരൻ പ്രശ്നക്കാരൻ തീറ്റി പോറ്റുന്ന ചക്കനാണ്. ഇത് എപ്പോ വരേണ്ടത്, ആരെ തല്ലണ്ടത് ഒന്നും ഒരു പിടിയില്ല. നിങ്ങളെ ചക്കനാണല്ലേ എന്തെന്നാ കണ്ണുമുടല്ലേ മെമ്പറെ. ഒരു ജോത്സ്യം വരുന്നതാണ്. കൊന്നർത്തിയല്ലേ ഇങ്ങനത്തെ കൊറേ ഉണ്ടാ. എന്തിനാ ഇങ്ങനെ കൊണ്ടുവന്ന് പോറ്റുന്ന ഇനിയിപ്പാ ജോത്സ്യന് ഇനി വരൂല്ലോ. എന്ത് സംഭവം ഒന്നുമില്ല. എന്ത് നാട്ടോടാ നിന്ന. ഇത് നല്ല ആടെയും കുറച്ച് കിട്ടണ്ടേ. ഒരു 10 അടി കൂടെ പറയുന്നത് അതൊന്നും പ്രശ്നമൊന്നുമില്ല. അതായത് നമ്മളെ ചെമ്മര ചേച്ചിനെ കണ്ടുപിടിക്കാൻ നല്ലൊരു യമകണ്ഠൻ ജോത്സ്യര് വരുന്നു. നമ്മളെ വാരി വെച്ച് കണ്ടു. അതിനാന്ന് ഇത്രയെല്ലാം ഇതാക്കിനിപ്പം. നീ ഒരു കാര്യം ചെയ്യും, അശുദ്ധാക്കണ്ട. അങ്ങോട്ട് മാറിയത് ഭയങ്കര കോപിഷ്ടൻ. അങ്ങോട്ട് പറയുന്നു. അത് ഞാൻ നോക്കിക്കോളാം. ആള് വരുന്നില്ല. ആടെ ഉണ്ട് നമ്മളെ ജംഗ്ഷനിൽ നമ്മൾ ആളെ ആക്കിയിട്ടുണ്ട്. എന്ന് വണ്ടി വിട്ടിനാ. ആ വണ്ടി വിട്ടിട്ടുണ്ട്. ഞാൻ പോണ അപ്പൊ മറ്റേ ഏതാ വരുന്നുണ്ട്. ദൈവേ മെമ്പറാ വരിക. മെമ്പറാ ഈ കിഴക്ക് എന്ന് പറയുമ്പോ നീ പറഞ്ഞ തെറ്റൂടാ. സ്വാമി കിഴക്ക് ഏതാണ്? ഈ ഭാഗത്തേക്ക് കൂടെ വരും. രണ്ടാളും പറയണ്ട. പൊട്ടിക്കുന്നുണ്ടാ. പൊട്ടിക്കും. ഞാനെങ്കിലും അടുത്തോട്ടില്ല. നിന്റെ അയ്യപ്പക്ക് ചായന്റെ മെമ്പറെ മുഖം അങ്ങനെ അതെ കുണ്ടി ഇങ്ങോട്ട് മുഖം അവിടെ വെക്കണ്ട പലക്ക് ഇവിടെ വെക്ക. മെമ്പറെ ഏതായാലും ഒന്ന് നോക്കി കളയാം. നല്ലോണം നോക്കോ. ഒന്നും നോക്കണ്ട, 2-3 വട്ടം നോക്കോ. എനിക്കിങ്ങോട്ട് വന്ന് ഇടുന്നേ. നിങ്ങൾ വളരെ പെരുന്നേ ശങ്കിടോ ശങ്കല്ലേ. മെമ്പറാ ഇവിടെ വരിക.
മെമ്പറെ ഇത്തിരി പ്രശ്നമാണ്. പ്രശ്നം തുറക്കാനല്ലേ നിങ്ങൾ തന്നെ എന്താന്ന് വെച്ചാ മെമ്പറെ ലഗ്നത്തിൽ വിഘ്നം. മുത്തത്തിലെ കല്ല് മെമ്പറെ വരിക. ലഗ്നത്തിൽ വിഘ്നം, കേതുവിന്റെ അപഹാരം, സൂര്യൻ മേടം രാശിയിൽ. മെമ്പറെ ആ മെമ്പറെ ഒന്ന് നീക്കേണ്ടി വരും. ആ മെമ്പറെ ഈ പ്രശ്നം നീങ്ങണമെങ്കിൽ ആദ്യം ഇയാളെ നീക്കുക. ആ മെമ്പറെ ഒന്നും അങ്ങ് വ്യക്തമാകുന്നില്ല. ഒന്നുകൂടെ നോക്കിയാല് മെമ്പറെ പ്രശ്നം എന്താണെന്ന് വച്ചാ എന്തിന്റെയോ ആരൂഢം കൊണ്ട് ചായ മറഞ്ഞിരിക്കുന്നു. മെമ്പറെ അതിനോടൊക്കെ നിങ്ങൾ ചായയും കുടിച്ചു അല്ലെങ്കിൽ മറക്കുകയും ചെയ്തു. മെമ്പറെ നിങ്ങൾ പറഞ്ഞ പിന്നെ മെമ്പറെ അപ്പൊ എന്താ ഇപ്പൊ ചെയ്യാ? ഒന്നുകൂടെ നോക്കിയാല് ആ ശരിയെന്ന് ഒന്നുകൂടെ നോക്കിക്കളയാം. ഏതായാലും ഈ സ്ഥലം ഇച്ചിരി പ്രശ്നം. ഒരു കാര്യം ചെയ്യും, ആ പലക ഇവിടെ എടുത്ത് വെക്കാം. അതിന്റെ മുകളിൽ കയറിക്കുന്ന എന്നാ കുറച്ചുകൂടി അല്ല ഏകത്തിന്റെ മുകളിലാകുമ്പോ വേഗം കിട്ടുമല്ല. ആ മെമ്പറെ ഈ നക്ഷത്രം നക്ഷത്രം ഈ കാണാതായ സ്ത്രീയുടെ നക്ഷത്രം പറയാ. നിന്റെ ഓളെ നിന്റെ ഓളെ ഞാൻ പറഞ്ഞ ചെമ്പത്തിയുടെ നക്ഷത്രം മകം. മകം പറഞ്ഞ മങ്ക എന്റെ ചെമ്പത്തി. മങ്കല്ല പങ്ക പങ്ക മകം നക്ഷത്രം മങ്കയത്തിലെ പോയിനോട് മെമ്പറെ ജാതകവശാൽ ഇപ്പൊ ദൈവയോഗാണ്, ദൈവയോഗം. പക്ഷെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ശനിയുടെ ഇച്ചിരി അപഹാരം ഇല്ലേ എന്നൊരു സംശയം. ഞായറാഴ്ച ലീവായ ഉണ്ടായിരിക്കും. മെമ്പറെ പരിഹാരം ഉണ്ടാവില്ല സ്വാമി. ഒന്ന് നോക്കിക്കളയാമല്ലോ. മകൻ നക്ഷത്ര ജാതായ ചെമ്പരത്തി നാമധേയായ പ്രകട 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 കുക്കുടാന്ത പ്രകട പ്രകട നെട്ടിലെടുക്കും ഗുലുഗുലുമാലം അകിടം പകിടം കുക്കുടം. മെമ്പറെ കിട്ടി കിട്ടി മെമ്പറാ കിട്ടി പെണ്ണുങ്ങളെ കിട്ടി. അതാ നോക്ക് പ്രശ്നമാണല്ലോ മെമ്പറെ. അല്ലാതെ ഒരു പരിഹാരവും ഇല്ലേ സ്വാമി. മെമ്പറെ ഓ ജാതകവശാൽ നാം ഈ പ്രശ്നം കണ്ടപ്പോ തെളിഞ്ഞത് എന്താന്ന് വെച്ചാ ചെമ്പരത്തിയുടെ ആയുസ്സിന് വേണ്ടി അഖണ്ഡ മൃത്യുഖണ്ഡിക ഹോമം നടത്തണം. അല്ല മെമ്പറെ അല്ല നിങ്ങളെ പട്ടിക്ക് നീ പറഞ്ഞത് കേട്ടിനെ എന്തോ കണ്ട കുണ്ടലാക്കണല്ലോ. അല്ലേ ഈ സമയത്ത് ഇങ്ങോട്ടൊക്കെ മെമ്പറെ ഈ ഇയാളോട് ഇങ്ങോട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം പറയുമ്പോ പിന്നെ പട്ടിക്ക് മെമ്പറെ അല്ല ഞാൻ പറയട്ടെ ഇയാളിപ്പോ എന്തോ കണ്ട കുണ്ടല്ല പറഞ്ഞു. സത്യം പറയട്ടാ നിങ്ങൾക്ക് പറയാൻ വഴിയുണ്ടോ? ഞാൻ പറഞ്ഞോളാം. നാട്ടിപ്പണിയെല്ലാം കഴിഞ്ഞ സമയല്ലേ ഈ കണ്ടിയും കുണ്ടെല്ലാം കുറച്ചിട്ട് ഇവരെ കുപ്പിയിലാക്കി കൊടുക്കണമെന്നെങ്കിലും പൈസ ഉണ്ടാവില്ല പാവത്തിന്റെ. അതന്നെ മെമ്പറെ നീ ഒന്നും മിണ്ടാണ്ട് പോ. നിങ്ങൾ പറയുന്ന പിന്നെ ഇവിടെ വരിക. ഇതിനൊക്കെ മുമ്പ് ചെമ്മരത്തിയുടെ തങ്കത്തിൽ പൊതിഞ്ഞ ഒരു രൂപമുണ്ടാക്കണം. സ്വാമി ഒരു രൂപയൊന്നുമില്ല, 2 ഉറുപ്പിയുണ്ട്. വേണം അല്ല ഈ ചോദിക്കുന്നതിനുള്ള മറുപടി എല്ലാം നീ പറയാ. കഴിഞ്ഞില്ല. ഇതിനൊക്കെ മുമ്പ് ഉത്തര പശ്ചിമദേശത്തു നിന്നും മഹാത്ഭുത വെളിച്ചപ്പാടൻ ഇവിടെ വന്നുറഞ്ഞു തുള്ളണം. മെമ്പറെ അത്ഭുതം കിൽബൊന്നും ഉണ്ടാവില്ല, നല്ല ഉഷാറ് വെളിച്ചപ്പാട് ഞാൻ ആയിക്കോളാം. അതെങ്കിലും നിങ്ങൾ ഒന്ന് വിട്ട
അങ്ങോട്ടൊക്കെ ആ ചിങ്കുറി ചിങ്കുറി. ദേഷ്യം വരും മനുഷ്യൻ. ആ മെമ്പറെ ഓ ഇതൊന്നും കഴിഞ്ഞില്ല. ആ ഇനി ആ ദേവീ ചൈതന്യത്തിൽ വിലയം പ്രാപിച്ച ചെമ്മരത്തിക്ക് ആ ഉചിതമായ ഒരാലയം ഉണ്ടാക്കണം. അല്ല സ്വാമി, ഉചിതമായ ആലയം എന്ന് പറയുമ്പോ അത് തന്നെ നാണുവിന്റെ ഈ വീട്. എന്റെ വീടാ? വീട് ഞാനും അതെ, അതാണ് ദൈവഹിതം. അത് മാത്രമാണ് ദൈവഹിതം. വരാ പലകങ്ങ അവിടെയൊക്കെ ചെമ്മത്തി മെമ്പറെ വരാ. ചാനുവിന്റെ ചെമ്മത്തി എന്റെ കുഞ്ഞു നിൽക്കുന്ന സ്ഥലമല്ലോ. എടോ സ്വാമി പറഞ്ഞ കേട്ടില്ലേ? എന്തിപ്പാ ഇനി ഇത് നിന്റെ വീടൊന്നുമല്ല, വീടല്ലേ? പൊതുസ്വത്താണ്. പൊതുസ്വത്ത്. പുതുസ്വത്താ. പരമപൂജിത ചെമ്മരത്തി അമ്മയുടെ ആരൂഢ സ്ഥാനം. ആരുടെ സ്ഥാനാ? മഹാത്ഭുത വെളിച്ചപ്പാടിനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ, പടക്കങ്ങൾ പൊട്ടട്ടെ, തോരണങ്ങൾ തൂങ്ങട്ടെ. ചെമ്മരത്തിയുടെ ആയുസിന് വേണ്ടിട്ട് ഇവിടെ മൂലപ്രതിഷ്ഠ നടത്തണം. മൂലപ്രതിഷ്ഠ. ആ ബാലവാസി 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 ബാലവാസി. ആ എന്തെന്നറിയാണെന്ന് ഓടിയുന്നത്? അതിനെല്ലാം മുമ്പായിട്ട് ഇവിടെ ഒരു പീഠം പ്രതിഷ്ഠിക്കണം. പീഡ. ആ ബാലോന 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 ബാലോന. വാ, ഇതൊന്ന് മെമ്പറാണ്. ഇതിനെല്ലാം മുമ്പായിട്ട് ഇതിന്റെ മുമ്പില് മഹാകുംഭസമർപ്പണം നടത്തണം. ആ നിന്നൊന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാത്തിനും ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൊന്ന് ആളായിട്ട് നിന്നാ മതി. ആ മെമ്പറെ ആ, സംഗതി കലക്കിയിട്ടുണ്ട്. ഏടുന്ന് ഒപ്പിച്ചു നമ്മളെ വെളിച്ചപ്പാടനാ. എടാ ആ
നല്ലൊരു വെളിച്ചപ്പാടിന് കിട്ടാൻ നമ്മളെ നാട്ടില് ഭയങ്കര പാടാണ്. അതെ ശരി തന്നെ. ഇല്ലൊരുക്കാണെങ്കില് ഒടുക്കത്തെ ഗമിയും ഡിമാൻഡും. പിന്നെ നമ്മളെ നാട്ടില് ചവറ് പോലെ ഉണ്ടല്ലോ ബംഗാളികള്. അതിലൊരുത്തനെ പിടിച്ച് 100 ഉറുപ്പ്യ കൊടുത്തപ്പോ അവനങ്ങ് ഉറഞ്ഞു തുള്ളി. 100 പേരെ തുള്ളലായി കണ്ടത്. ഇങ്ങൊരു 500 കൊടുത്തില്ലെങ്കിലും അപ്പൊ അല്ല എന്തായാലും സംഗതി കലക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്നാല്. ശരി, നമ്മളെ കണ്ടിട്ടില്ല, കാണാം. പറ്റിക്കൂലല്ലോ? ഇല്ല, ശരിക്കും കാണണം നമുക്ക് ഇനി ഒരുപാട്. അപ്പൊ ശരി. സോഡ വെള്ളം മിച്ചറ് സോഡ വെള്ളം മിച്ചറ് സോഡ വെള്ളം നല്ല പല്ലിന് ഞക്ക് മുച്ചൊരു സോഡ വെള്ളം വാങ്ങിത്തരാറ്. എന്റെ അമ്മേനെ കൊണ്ടുപോകുമ്പോ മുച്ചൊരു സോഡ വെള്ളം വാങ്ങിത്തരാറ് പല്ലിട്ട. മുച്ചൊരു സോഡ വെള്ളം വാങ്ങിത്തരാറ് പറ്റാതല്ല. ഞാൻ ആരോടൊന്നും പറയാതെ ഞങ്ങളുടെ മുച്ചൊരു സോഡ വെള്ളം അങ്ങനെ മുച്ചൻ മിച്ചറ് സോഡ വെള്ളുവാ? നമ്മൾ അമ്മനെ കൊണ്ടുപോയി ആ കല്ല് ചെക്കനുണ്ടല്ല അറിയാണ്ടല്ലോ പറഞ്ഞാന്ന് കൊർക്കട് വിട്ടുപോയിങ്ങ. ഇങ്ങന അപ്പൊ എല്ലാരും പറയുന്നു എന്റെ ചെമ്മരത്തിനെ കൊണ്ടുപോയി എമ്പറാന്ന്. പക്ഷെ ഞാനതൊന്നും വിശ്വസിക്കൂല. അല്ല എമ്പറന്റെ ആയിക്കുവാ. ആട്ടും തൂടിട്ട ചെന്നായ എന്റെ പ്രാണം കൊണ്ട് കളിച്ചിട്ട് നീ എന്തിനി ഇവനെപ്പോലുള്ളവന്റെ ഈ ആർത്തിക്കോമരങ്ങളുടെ പുരുതിച്ചോര കൊടുത്തിട്ടെങ്കിലും എനക്കെന്റെ ചമ്പരത്തിനെ കണ്ടുപിടിക്കണം. ഓർത്തുരാജ ചമ്പരത്തി ചെമ്മരത്തീര വേണം പോലും എന്റെ ആഗ്രഹങ്ങൾ നടപ്പാക്കാൻ ഒരു നാടൻ പെണ്ണിനെ വേണമായിരുന്നു. അതിനാണ് നീയും നിന്റെ ചെമ്മരത്തിയും ഒന്ന് പറഞ്ഞപ്പോ ബാങ്ക് ജപ്തി ഒഴിവാക്കി തന്നത്. ഇല്ലാത്ത കുറി നടത്തിയിട്ട് നല്ലൊരു TV സമ്മാനമായി തന്നത്. ഇതിനൊക്കെ പകരം എനക്കും വേണ്ട എന്തെങ്കിലും. അതിന് നിന്റെ ചെമ്പരത്തി അല്ലാണ്ട് നമ്മളെ ചെമ്പരത്തിയാട്ടി അല്ലാണ്ട് ഇത്രയധികം ഭക്തി സീരിയൽ കണ്ട് ഭ്രാന്ത് പിടിച്ച ഏത് പെണ്ണുണ്ടോ നമ്മളെ നാട്ടില്?
ആത്മീയതയ്ക്കും ആൾ ദൈവങ്ങൾക്കും ഒരുപാട് വളരാൻ പറ്റിയ മണ്ണാ നമ്മുടേത്. അതില് ഏതെങ്കിലും ഒരാൾ ദൈവത്തിന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് നക്കിയിട്ടെങ്കിലും എനിക്കിനി ജീവിക്കാം. ചെമ്മരത്തീനെ വേണം പോലും, ചെമ്മരത്തീനെ ഞാനൊന്ന് നേടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഏത് വഴിയിൽ കൂടിയായാലും ഞാനത് നേടിയിരിക്കും. ചെമ്മരത്തീനെ വേണം പോലും, ചെമ്മരത്തീന. ഞാനെല്ലാം വരുന്നിപ്പ എന്നോടെല്ലാം ചോദിച്ചു. എന്റെ ചെമ്മരത്തിനെ കാഴ്ചപ്പാ പുള്ളി വളർത്തില്ലാടെ അടുത്ത് ചെമ്മരത്തി നിങ്ങൾ ഒറ്റക്കല്ല, അങ്ങനെ ആർക്കും നിങ്ങളെ ഒറ്റക്കാക്കാൻ കഴിയില്ല. ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. മണ്ണിനെ പൊന്നാക്കുന്ന മണ്ണിന്റെ മക്കൾ. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാലൊന്നും ഞങ്ങളെ നെഞ്ചിലെ വേർപ്പ് മായ്ക്കാൻ പറ്റൂല. വാ, നമുക്ക് ചെമ്മരത്തിനെ കണ്ടുപിടിക്കാം. വാ, നമുക്ക് ചെമ്മരത്തിനെ കണ്ടുപിടിക്കാം. ഈ കട്ടുവ ഈ മണ്ണിന്റെ മക്കളുണ്ട് ചെമ്പരത്തി നമ്മളപ്പരം ഒരു ചെങ്കൊടിയുടെ കീഴിൽ എല്ലാ അമ്മമാരും എല്ലാ പെങ്ങന്മാരും സുരക്ഷിതരായി കഴിയാൻ ഈ മണ്ണിന്റെ മക്കള് നമുക്കുണ്ടാവും. ചെമ്പരത്തി നീ പേടിക്കണ്ടാകുക. ആടെ നിന്നെ ഒളിപ്പിച്ച് നിർത്തിയാലും ഇവരെല്ലാം കൂടി ഇനി ഇവര് മാത്രല്ല ചെമ്പരത്തി, ഇരിക്കുന്ന ഓരോ ആളും ചങ്കിലെ ചോപ്പുള്ള എല്ലാവരും നമ്മളൊപ്പരുണ്ട്. ഇനി വേണ്ടത് കണ്ണീരല്ല, ചോരയാണ്, പോരാട്ടമാണ്. നിങ്ങളുണ്ടാവില്ലേ? നിങ്ങളുണ്ടാവില്ലേ? സുഹൃത്തുക്കളെ, ഇതൊരു സൂചനയാണ്. അധിനിവേശം പല വേഷങ്ങളിൽ നിങ്ങൾക്ക് മുന്നിൽ കഴുകൻ കണ്ണുകളുമായി കാത്തിരിപ്പുണ്ടാവും. കരളിൽ കനൽ കണ്ണുമായി നാം കരുതിയിരിക്കണം. നന്ദി, 1000 നന്ദി.